ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളെ നമ്മുടെ മഹേഷ് ജയിക്കുന്ന ദിവസമാണ്. അങ്ങനെ മഹേഷിന്റെ കമ്പനി ഹിന്ദുസ്ഥാൻ കമ്പനി ആകാശ് തട്ടിയെടുക്കാന്നൊക്കെ ഒരുപാട് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്ന ദിവസമാണ്. പക്ഷെ അതെല്ലാം തല്ലി തെറിപ്പിച്ചുകൊണ്ട് മഹേഷാണ് ജയിക്കുന്നത്. മഹേഷിന്റെ പ്രസന്റേഷൻ നല്ലതായത് കൊണ്ട് മാത്രമാണ് മഹേഷിന് ആ കമ്പനി തിരിച്ചു കിട്ടിയട്ടോ. അത് മാത്രമല്ല, വേറെ ഒരുപാട് ബിസിനസ് ഡീലും കാര്യങ്ങളും മഹേഷിന് കേട്ടിട്ടുണ്ട്. രചനയാണെങ്കിൽ ആകാശിനെ കുറ്റപ്പെടുത്താണ്. ആകാശെ, നീ കുറെ പണം എറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. മഹേഷിന് ടെൻഡർ നമ്മളെക്കാളും ചെറുതാണ്, പക്ഷെ അവന് തന്നെ അവസാനം ആ ഒരു ഇതൊക്കെ ഓഫർ കിട്ടി. കാരണം എന്താ, അവൻ പറഞ്ഞ ആ ഒരു വിശദീകരിച്ച ആ ഒരു കൺവിൻസ് ചെയ്ത ആ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടിട്ടാന്ന് പറയുമ്പോ, ഓഹോ, അപ്പോ എന്നെക്കാളും മിടുക്കൻ അവനാണ് എന്നാണ് നീ പറയണത്. അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ ഈ ബിസിനസിന്റെ കാര്യത്തിൽ ചില സമയത്ത് അയാൾക്ക് ചില ബുദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. ഓഹോ, അപ്പൊ എന്നെക്കാളും മിടുക്കൻ അവനാണ് അല്ലേ? പിന്നെ എന്തിനാടി നീ എന്റെ കൂടെ വന്നത്? ആകാശ്, ദേ, നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ എന്തിനാ നിന്റെ കൂടെ വന്നെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? എനിക്ക് നിന്നോട് പ്രണയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് പ്രണയമായിരുന്നു. പക്ഷെ നിനക്ക് ഇപ്പൊ തോന്നലുണ്ട് ആ മഹേഷിനെ തന്നെ മതിയായിരുന്നു ഇല്ലേ? സത്യം പറ, നിന്റെ മനസ്സിൽ ഇപ്പോഴും മഹേഷ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോ രചന പറയുന്നുണ്ട്, സത്യം പറയാലോ ആകാശ്, എന്റെ മനസ്സിൽ മഹേഷ് ഇല്ലേന്ന് ചോദിച്ചാൽ എന്റെ 2 പിള്ളേരുടെ അച്ഛനാണ് മഹേഷ്. ആ ഒരു ചെറിയൊരു ഒരു അറ്റാച്ച്മെന്റ് മഹേഷിന്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് പ്രണയവും സ്നേഹവും ഒക്കെ ഉള്ളത് ആകാശിനോട് മാത്രമാണ്. നീ എന്നെ വിശ്വസിക്കുക ആകാശ് എന്ന് പറയണം. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ ഭാഗ്യ നക്ഷത്രമാണ്, ഭാഗ്യ നക്ഷത്രമാണെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നിന്നെ ഞാൻ കൊണ്ടുപോയി. പക്ഷെ ഇപ്പൊ എല്ലാവരും എന്നെ കളിയാക്കാണ്. നീ എന്റെ അവശകുനാണെന്നാണ് പറയണത്. ആകാശ്, നീയും അങ്ങനെ തന്നെയാണോ പറയണത്? ഇപ്പൊ എല്ലാരും പറഞ്ഞു പറഞ്ഞു ഞാനും അത് വിശ്വസിച്ചു പോവാണ് രചന എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ ആകാശിന്റെ മുമ്പിൽ കൂടി ഒരു പെൺകുട്ടി പോവാട്ടോ. കൊള്ളാം കൊള്ളാം, ഇവള് കൊള്ളാം എന്ന് പറയുമ്പോ, ആകാശ്, നിനക്ക് നാണൂല്ലേ എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്? അതിനെന്താ രചന, നമ്മൾ ഇങ്ങനെ പുളിങ്കൊമ്പുകൾ നോക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഈ കുരങ്ങന്മാരെ കണ്ടില്ലേ, ഒരു കൊമ്പിൽ ചാടി അപ്പുറത്തെ കൊമ്പിലേക്ക് മറിയണത്. അത് തന്നെ ഇത്. നമുക്കൊരു കൊമ്പിൽ തന്നെ എത്ര നാൾ തൂങ്ങിക്കൊണ്ടിരിക്കും രചന. അപ്പൊ വേറൊരു കൊമ്പിലേക്ക് നമ്മൾ ചായണം. ഇപ്പൊ അത് ചായാനുള്ള സമയമാണ്. ഞാൻ അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആകാശം ഒന്ന് പോവാട്ടോ. അതൊക്കെ കാണുമ്പോൾ രചനക്ക് വല്ലാത്ത ഫീൽ ആവാണ്. ഈശ്വര, ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് മഹേഷ്. എന്തൊക്കെ വന്നാലും താൻ തന്നെ സ്നേഹിക്കുന്ന സമയത്ത് വേറൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ലെന്ന്. അത് മാത്രമേ തന്നെ പോലും തലയെ വെച്ച് നടക്കുമായിരുന്നു. പണം ഒരു കുറവാണെങ്കിൽ പോലും തന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുമായിരുന്നു. ഇപ്പോഴാണ് മഹേഷിന്റെ വില മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ രചനക്ക് ആകെപ്പാടെ തലക്കകത്തൊരു പെരുപ്പ് പോലെ ആവാട്ടോ. എന്തോ പെട്ടെന്നൊരു പ്രഷർ കൂടുകയൊക്കെ കുറഞ്ഞൊക്കെ ചെയ്തിട്ട് രചന അവിടെ തലകറങ്ങി വീഴാണ്. അതൊന്നും ആകാശ് കാണുന്നില്ല കേട്ടോ. ആകാശ് ആ പെൺകുട്ടിയോട് വരൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലേക്കൊക്കെ കൊണ്ടുപോകണാണ്. പക്ഷെ അവിടെ രചന അവിടെ കിടക്കുന്ന കാര്യമൊന്നും നമ്മുടെ ആകാശ് അറിഞ്ഞേയില്ല. മഹേഷ് അറിയണ്ട്. മഹേഷ് രചനയും കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. രചന എന്നെ അവിടെ റെസ്റ്റ് ചെയ്യിപ്പിക്കാന് ശേഷം വെള്ളം ഒഴിച്ച് മുഖത്ത് തളിപ്പിക്കുമ്പോഴേക്കും രചന എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. രചന പറയണ്ട്, മഹേഷ് നിങ്ങളോ? അതെ, നീ അവിടെ നിലത്ത് തലകറങ്ങി വീടൊക്കെ കിടക്കണ കണ്ടു. ഒരു ജീവിയാണല്ലോ, എന്താ പറയാ, ജീവനുള്ള ഒരു സംഭവമാണല്ലോ. ആ ഒരു രീതി മാത്രമേ ഞാൻ നിന്നെ കണ്ട് സഹായിച്ചിട്ടുള്ളൂ. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാൻ സഹായിക്കും, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. താങ്ക് യു സോ മച്ച് മഹേഷ് എന്ന് പറയാണ്. അപ്പൊ മഹേഷിനോട് ഇപ്പോഴും സ്നേഹം ഉണ്ടല്ലോ. ആർക്ക്? എനിക്ക് നിന്നോടോ? ഒരിക്കലും ഇല്ല രചന. ഞാൻ നിന്റെ ഒരു കാര്യം പറയാം. എന്റെ ഭാര്യ ഇഷിത, ഞാൻ അവളെ ശരിക്കും പ്രണയിക്കുന്നുണ്ട്. ഒരുപാട് വർഷം മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു, ഒത്തിരി ഒത്തിരി. അതിനേക്കാളും 100 മടങ്ങ് ഞാനിപ്പോ എന്റെ ഇഷിതനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പഠിച്ചത് അവളിലൂടെയാണ്. കറക്റ്റ് ഒരു പെണ്ണിന്റെ ആ ഒരു സ്വഭാവം, സവിശേഷതകൾ എല്ലാം ഉള്ളൊരു തികഞ്ഞൊരു പെണ്ണായി ഇഷിത. അവളെ മറന്നിട്ട് എനിക്കൊരു ജീവിതമില്ല. എന്റെ മനസ്സിൽ ഒരു കോണിൽ പോലും രചന നീ ഇല്ല ഇപ്പോ എന്ന് പറയാണ്. മഹേഷ്, നീ പറഞ്ഞ സത്യമാണോ? നിനക്ക് നിന്റെ മനസ്സിൽ ഇപ്പൊ ഞാനേ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല രചന, എന്റെ മക്കള് തൊട്ടിനെ സത്യം ചെയ്ത് പറയാണ്, എന്റെ മനസ്സിൽ നീ ഇല്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആകാശം അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ആഹാ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയാണ്. ഞാനല്ലടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം രചനൻ ഒരുപാട് ആകാശം കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഇഷിതക്കും അതുപോലെ തന്നെ ചിപ്പിക്കും പിന്നെ കൈലാസിനെയൊക്കെ നമ്മുടെ സ്വപ്നം വലിയ ചപ്പാത്തി വിളമ്പി കൊടുക്കുക കേട്ടോ. ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് കൈലാസിന്റെ നോട്ടം അപ്പോഴേ തന്നെ നമ്മുടെ ഇഷിതയുടെ മേളിലാണ്. ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിന്നെ സ്വന്തമാക്കും എന്ന രീതിയിലായിട്ട് ഇങ്ങനെ നോക്കണത്. ഇഷിതക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. രാത്രി ആകുമ്പോഴേക്കും ഇഷിത വർക്ക് ചെയ്യുന്ന സമയത്ത് കൈലാസ് റൂമിലേക്ക് കയറി വരുവാണ്. ഇഷിത അടുത്ത് കയറി പിടിക്കുന്നുണ്ട്. നിങ്ങൾ എന്തേ കാണിക്കണത് എന്ന് പറയുമ്പോഴേക്കും, ഞാൻ ഇഷിത നിനക്കൊരു സമ്മാനമായിട്ട് വന്നതാണ്. നീ എനിക്ക് 25 ലക്ഷം രൂപയൊക്കെ തന്നിട്ട് സഹായിച്ചതല്ലേ,
അതുകൊണ്ട് ഞാൻ നിനക്കൊരു സമ്മാനമായിട്ട് വന്നതാണ്. സമ്മാനോ? എന്ത് സമ്മാനം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൈലാസിന്റെ സമ്മാനം കാണുമ്പോൾ ഇഷിത ആട്ടിപ്പായിക്കും കേട്ടോ. ചി നാണം കെട്ടവനെ, നിന്റെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കട ഈ സമ്മാനം എന്ന് പറയാണ്. ചേ അവൾക്ക് ഇതൊന്നും പറ്റില്ല, അവൾ എനിക്ക് മടുത്തു, എനിക്ക് നിന്നെ മതി. ഇപ്പം നിനക്ക് നാണില്ല ഇങ്ങനെ പറയാൻ. പെങ്ങളെച്ചിട്ട് കൂടെ നടന്നിട്ട് നിന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ? അതേടി, നിന്നെ പോലെ കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളെ കണ്ട ആർക്കാടി ഇഷ്ടപ്പെടാത്തത്? നോക്കിഷ്ട, നീ അത് ബഹളമൊന്നും പിടിക്കരുത്, ബലം പിടിക്കരുത്. നമുക്ക് 2 ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം. മഹേഷ് ഇല്ലാത്തതല്ലേ? പിന്നെ നിനക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. മഹേഷിന്റെ അടുത്ത് നിനക്ക് ഭാര്യ ഭർത്താവ് ബന്ധമൊന്നുമില്ലെന്നൊക്കെ എനിക്കറിയാം. നിന്റെ അടുത്ത് ആരാണ് ഈ അസംബന്ധമൊക്കെ പറഞ്ഞത്? ഞാനും മഹേഷും തമ്മിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ബന്ധം ഉണ്ടെന്ന് പറയുമ്പോ നീ ആരാണ് പറ്റിക്കാൻ നോക്കണത്? നീയും മഹേഷ് സംസാരിക്കണം. ഞാൻ നന്നായിട്ട് കേട്ടു. എനിക്ക് ഇഷിത, നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാം. നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അതൊന്നും തന്നെ മഹേഷ് സാധിച്ചിരുന്നില്ല. അവനെന്താ, അവൻ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചതാണ്, അതും അതിസുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിന്. അതിൽ 2 മക്കളും ഉണ്ട്. അതുകൊണ്ട് അവൻ ഈ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും കാണില്ല. പക്ഷെ ഇഷിത, നീ അങ്ങനെയല്ല, നീ ഒരു കന്യകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മഹേഷ് പൊട്ടന് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് നീ വെറുതെ ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞതേ. നിങ്ങൾ വെറുതെ അനാവശ്യം വെറുതെ ഞാൻ ബഹളം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നീ വെറുതെ ബഹളം ഉണ്ടാക്കലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിതനെ കയറി പിടിക്കാൻ പോകുമ്പോൾ ഇഷിത ഒച്ച ഉണ്ടാക്കാട്ടോ. ഇഷിത ഒച്ച കേട്ട് മഞ്ജിമ വാതിൽ മുട്ടുന്നുണ്ട്. ഇഷിത വാതിൽ തുറക്കുമ്പോൾ മഞ്ജിമ ചോദിക്കണ്ട് ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് കൈലാസ് വരണോ? ഓഹോ, അപ്പോഴേക്കും കൈലാസ് പറയണ്ട്, കണ്ടോ മഞ്ജിമ, ഇവിടെ എന്നെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റുമായിരുന്നോ? സത്യയുടെ കൈലാസേട്ടൻ പറഞ്ഞത്? അതെ, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോ റൂമിലേക്ക് വാന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കയറ്റുമായിരുന്നു പറയാണ്. ചേ നാണമില്ലേ ഇഷിതേ നിനക്ക് എന്ന് പറയുമ്പോ ദേ അനാവശ്യം പറയരുത്, അനാവശ്യം പറഞ്ഞാൽ നിന്റെ 2 മുഖം കവിള് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറയാണ്. ആ ഒച്ചയും ബഹളവും കേട്ട് സ്വപ്ന വലിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രാത്രി ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മഞ്ജു പറയണ്ട്, അമ്മയെ കണ്ടില്ലേ അമ്മേ ഈ ഇഷിതയുടെ തനി സ്വഭാവം? എന്റെ കൈലാസേട്ടൻ അവളെ രാത്രി പിടിച്ച് റൂമിലേക്ക് കയറ്റി. ദേ വെറുതെ അനാവശ്യം പറയട്ടെ മഞ്ജുമേ, സത്യമാണ്. ദേ കൈലാസേട്ടനോട് ചോദിച്ചു നോക്കെന്ന് പറയുമ്പോ കൈലാസ് പറയുന്നുണ്ട്, അതെ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ സ്വപ്നം വലിക്കും ചെറിയ സംശയമൊക്കെ കൈലാസിന്റെ ഭാഗത്ത് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സ്വപ്നം വലിയ അതൊന്നും ആലോചിക്കണമെന്നില്ല. ആ മതി എന്തായാലും പോയി കിടക്കാൻ നോക്ക്, രാവിലെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. മോളെ ഇഷിതേ, വാതിലടച്ച് കുറ്റിയിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അല്ല നിനക്ക് വാതിൽ കുറ്റിയിടാനൊന്നും അറിയില്ലേ? അത് അമ്മേ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും വാതിൽ കുറ്റിട്ട് കിടന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ സ്വപ്നവല്ലിക്ക് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ കേട്ടോ കൈലാസിന്. ശേഷം നമ്മുടെ ഇഷിത ആകെ പേടിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാത്രിയും അയാൾ വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് പേടിച്ചിരിക്കാട്ടോ ഇഷിത. അങ്ങനെ മഹേഷിന്റെ ഫോട്ടോ നോക്കി ഇഷിത തന്നെ സംസാരിക്കുകയാണ്. എന്റെ മഹേഷ്, നീ ഇല്ലാതെ ഇവിടെ ഒരു രസമില്ല. എന്നെ കൈലാസിട്ട വേറൊരു രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇഷിത പുറകേലെ തോളത്ത് ആരോ വന്ന് പിടിക്കുകയാണ്. കൈലാസാണെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഇഷിത തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മഹേഷിനെ കാണുവാണ്. മഹേഷിനെ കാണുന്നത് ഇഷിതൊക്കെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോവാട്ടോ, കെട്ടിപ്പിടിക്കുകയാണ്. മഹേഷ് എന്ത് പറ്റിയിടും ചോദിക്കുമ്പോഴേക്കും ഇഷിത പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ കൈലാസിന്റെ സ്വഭാവമൊക്കെ വിനോദിനും അറിയാട്ടോ. അതുകൊണ്ട് തന്നെയായിരിക്കും വിനോദ് ആ ദിവസം രാത്രി വരുന്നത്. എന്തായാലും വിനോദിന്റെ കയ്യിൽ നിന്ന് കൈലാസിന് നല്ല അടി കിട്ടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.